ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് YT സ്റ്റുഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനായി ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. നേരത്തെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്നും എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നെല്ലാം തന്നെ ഡീറ്റെയിൽ ആയി കൊടുത്തിരുന്നു. ഇത് മിസ്സായവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇതിൻ്റെ ലിങ്ക് നൽകുന്നതാണ്. ഈ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ ക്രിയേറ്റേഴ്സിന് വളരെയധികം ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എഡിറ്റിംഗ് എല്ലാം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാം തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ മാനേജ് ചെയ്യാൻ ഈ ആപ്പ് നമ്മെ സഹായിക്കുന്നു. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് ഗൂഗിൾ പ്ലേയിൽ നിന്നും iOS ഡിവൈസിൽ ഇത് ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ യൂസർ നെയിം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നതായിരിക്കും. ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 3 ഡോട്ടിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് ഡാഷ്ബോർഡ്, വീഡിയോ, പ്ലേലിസ്റ്റ്, കമൻറ്റ്സ്, അനലിറ്റിക്സ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ പെർഫോമൻസ്, വീഡിയോസിൽ വന്നിരിക്കുന്ന കമൻറ്റ്സ് എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ, അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂ അതുപോലെ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം വരുമ്പോൾ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന കമൻറ്റ്സാണ് ഈ താഴെയെല്ലാം കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ തന്നെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ വീഡിയോസ് എന്ന സെക്കൻഡ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോസ് എടുത്ത് അതിനെന്തെങ്കിലും എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തു. ഇതിന് ശേഷം നമുക്ക് എങ്ങനെ ഇതിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്യാമെന്നതാണ് നോക്കുന്നത്. ഈ ഒരു പെന്നിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എഡിറ്റിംഗ് മോഡ് ഓണായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ടൈറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ടൈറ്റിൽ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റിൽ എല്ലാം തന്നെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ക്രോം എന്നുള്ളത് ചേഞ്ച് ചെയ്ത് വേറെ എന്തെങ്കിലും എനിക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ചേഞ്ച് കൊടുക്കണമെങ്കിൽ, എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് അൺലിസ്റ്റഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കത് പബ്ലിക്കിലേക്ക് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ടുള്ള ഒരു വീഡിയോയെ പെട്ടെന്ന് നമുക്ക് പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റിലേക്ക് മാറ്റാം. അതുപോലെ അൺലിസ്റ്റഡ് ആക്കണമെങ്കിൽ അൺലിസ്റ്റഡ് ആക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന തംബ്നെയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് തംബ്നെയിൽ എന്നൊരു ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്യാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തംബ്നെയിൽ ഇമേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അത് ചേഞ്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൽ ലഭ്യമാണ്. ഈ വീഡിയോസിൻ്റെ താഴത്തായി നമുക്ക് കിട്ടുന്നത് പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് പ്ലേലിസ്റ്റിൽ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് വീഡിയോ ഏത് പ്ലേലിസ്റ്റിലേക്ക് മൂവ് ചെയ്യണമെന്നെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ കമൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് കമൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അതിനെന്തെങ്കിലും റിപ്ലൈ എല്ലാം കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നതാണ്. അവസാനമായി നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോയിൻ്റെ പെർഫോമൻസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് എല്ലാം മാനേജ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം സഹായിക്കുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.